സ്പേസ് ചാനലിൻ്റെ ചലോ ബെത്ലഹേം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചലോ ബെത്ലഹേം ഇന്ന് ഫ്രാൻസിസ് അസീസിയോട് ഒപ്പമാണ്. ഫ്രാൻസിസ് അസീസി ആദ്യമായിട്ട് 1223 പുൽക്കൂട് ഈ ലോകത്തിനു വേണ്ടി ഉണ്ടാക്കിയതിൻ്റെ അനുസ്മരണം. 2023 800 വർഷം തികഞ്ഞ ആ പ്രത്യേക സാഹചര്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എൻ്റെ പുൽക്കൂട് എന്ന പുസ്തക ആഖ്യാനത്തിലൂടെ അത് ഒരു ആഘോഷമാക്കി മാറ്റി. ഫ്രാൻസിസ് അസീസി വർഷങ്ങൾക്ക് മുൻപ് പുൽക്കൂട്, ബെത്ലഹേമിലെ പുൽക്കൂട് സന്ദർശിച്ചിരുന്നു. ആ സന്ദർശനം യഥാർത്ഥത്തിൽ വിശുദ്ധ ഫ്രാൻസിസിന് ഒരു എമോഷണൽ മെമ്മറി, വികാരപരമായിട്ടുള്ള ഒരോർമ്മയായി തീർന്നു. അദ്ദേഹം അതിൻ്റെ അനുസ്മരണത്തിന് വേണ്ടി ഗ്രേച്ചിയോയിൽ, ഇറ്റലിയിലെ അസീസിലുള്ള ഒരു മലമ്പ്രദേശമാണ് ഗ്രേച്ചിയോയിൽ ഒരു പുൽക്കൂടുണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ പ്രത്യേകത 2 കാര്യങ്ങളിലായിരുന്നു. ഒന്ന്, ദാരിദ്ര്യത്തിൽ ജനിച്ച, പുൽക്കൂട്ടിൽ കാലിത്തൊഴുത്തിൽ ജനിച്ച ഈ യേശുവിനെ നമുക്ക് ഓർക്കാൻ സാധിക്കണം. ആ ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഓർക്കാൻ സാധിക്കണം. മറ്റുള്ള ഒരു തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആഗ്രഹിച്ചു ഈ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പോകാൻ എല്ലാവർക്കും ഒന്നും സാധിക്കില്ല. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ആ ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ ഫ്രാൻസിസ് അസീസി, രണ്ടാമത്തെ ക്രിസ്തു എന്ന് അറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസി, അങ്ങനെ പോകാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഒരു പുൽക്കൂട് സൃഷ്ടിക്കുകയാണ്. ആ പുൽക്കൂട്ടിലേക്കാണ് നമ്മുടെ ഈ ക്രിസ്മസ് യാത്ര തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ചിന്ത അന്നത്തെ മാർപ്പാപ്പായുമായി പങ്കുവച്ചു. തനിക്കൊരു ഗ്രേച്ചിയോയിലെ ഗ്രാമപ്രദേശത്ത് തനിക്കൊരു പുൽക്കൂട് ഉണ്ടാക്കണം. ഫ്രാൻസിസ് അസീസിയെ മാർപ്പാപ്പ മുക്തകണ്ഠം പ്രശംസിക്കുകയും അതിന് അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുകയും ചെയ്തു. ഇനിയും വരുന്ന ചലോ ബെത്ലഹേം യാത്രയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു.